ഞങ്ങളോട് വിളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ കൂട്ടിക്കും. ചെന്നൈനെ തകർത്ത പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റനും ടീമിനും ഒക്കെ കാനത്ത് പിഴ. അതായത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് 24 ലക്ഷം രൂപയും മറ്റ് ടീമംഗങ്ങൾക്ക്, അതായത് ഇമ്പാക്ട് സബ് അടക്കം ഉള്ള ആളുകൾക്ക് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപയോ മാച്ച് ഫീയുടെ 25% ഏതാണോ കുറവ് അത് അടയ്ക്കണം. എത്ര പൈസയായി. അപ്പം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് BCCI കിട്ടിയെന്ന് ആലോചിച്ച് നോക്ക്. ശ്രേയസ് അയ്യർക്ക് 24 ലക്ഷം വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടർച്ചയായ 2ാം മത്സരത്തിലും ഈ തെറ്റാവർത്തിച്ചു. അതായത് സ്ലോ ഓവർ റേറ്റ്. കഴിഞ്ഞ കളിയിൽ സ്ലോ ഓവർ റേറ്റ് ആയിരുന്നു 12 ലക്ഷമായിരുന്നു പിഴ. ഈ കളിയിൽ സ്ലോ ഓവർ റേറ്റ് ആയിരുന്നു 24 ലക്ഷമായി. ഇരട്ടിയായി. ബാക്കി എല്ലാ ടീമംഗങ്ങൾക്കും പിഴ കിട്ടി. ഇനി ഒരു കളിയും കൂടിയും സ്ലോ ഓവർ റേറ്റ് ആയാൽ ശ്രേയസ് അയ്യർക്ക് ബിഗ് പണിയാണ്. 30 ലക്ഷം രൂപയും പിഴ കിട്ടും, പ്ലസ് ഒരു കളിയിൽ വിലക്കും കിട്ടും. പിന്നെ ബാക്കി താരങ്ങളുടെ ഇമ്പാക്ട് സബ് അടക്കം ഉള്ള ആളുകൾക്ക് 50% പിഴയാവും. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഈ IPL കഴിയുമ്പോഴത്തേക്കും ശ്രേയസ് അയ്യർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കാശൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ദിഗ്വേഷ് രാത്രിയാണ് ഇതേപോലെ പിഴയടിച്ച്, ഇതേപോലെയല്ല, അത് പുള്ളിൻ്റെ ഇത് മറ്റേ വിക്കറ്റ് സെലിബ്രേഷനിലൂടെ കുറേ പിഴ അടച്ചു കൂട്ടിയത്. ഇതിപ്പോൾ സ്ലോ ഓവർ റേറ്റ്. നിങ്ങൾ ആലോചിച്ചു, 2 കളിയിൽ 2ലും ഇനിയും കിടക്കുകയാണ് കളികൾ അത്രേ. അതിനകത്ത് ഒരു തെറ്റും കൂടി ആവർത്തിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ശ്രേയസ് അയ്യർക്കുള്ളത്. ഞങ്ങൾ ചെന്നൈനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് പകരം വിട്ടാൻ പറ്റുക. ഓക്കെ, എന്നാലും ഞങ്ങൾ തകർത്ത് കളഞ്ഞോടെ 209 റൺസ് എടുത്തതല്ലേ ഞങ്ങൾ. ഒരു മയമൊക്കെ വേണ്ടേ?